മധ്യപൂർവേഷ്യയിലെ സംഘർഷ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രിയും ചർച്ച ചെയ്തെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി സംഘർഷം ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് മോദി കാനഡ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി അറിയിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കുന്നത്? രണ്ട് രാഷ്ട്രത്തിന്റെയും നേതാക്കൾ ചർച്ച ചെയ്തു എന്ന കാര്യമാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ സംഘർഷ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ വിഷയം അതിൻ്റെ ഒരു ഭാഗമായി തന്നെ ഉയർന്നു വന്നു. ഈ സമീപകാലത്തെ ഈ മേഖലയിലെ സംഭവ വികാസങ്ങളിൽ വളരെയധികം ഇന്ത്യ ആശങ്കാകുലരാണ് എന്ന കാര്യം പ്രധാനമന്ത്രി നേരിട്ട് തന്നെ കാനഡ പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഒപ്പം തന്നെ സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് സംഘർഷങ്ങൾ ഒഴിവാക്കാൻ തങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ പ്രധാനമന്ത്രിയോട് പറഞ്ഞു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. മേഖലയിലെ ഇന്ത്യൻ പൗരന്മാരുമായി ഇന്ത്യ അടുത്ത ബന്ധം തന്നെ പുലർത്തുന്നുണ്ട്. അതിനായി ഇന്ത്യയുടെ മിഷൻ അവിടെയുണ്ട്. അവരുമായി ഈ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്ന കാര്യവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ഈസ്റ്റ് പി കുമാരൻ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് നടത്തിയ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ വിഷയങ്ങൾ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നത്. ഉന്മേഷ്, ആർ അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.